ഇന്നൊരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പം ഇച്ചു ഉമ്മാൻ്റെ റിപ്പിളിലേക്ക് പോയിട്ടോ. ഓൻ പോയതിനു ശേഷം പിന്നെ ഞാൻ അജിയും മാത്രം നിന്നിട്ടോ. ഒരു ഒച്ചയും ബഹളം ഒന്നും ഇല്ല കേട്ടോ. കുറേ ആൾക്കാരെണ്ണം കുറഞ്ഞ പോലെ നിന്നിട്ടോ. ആള് പോയപ്പം ഭയങ്കര ഒരു ശൂന്യത തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇതാ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇച്ചുവിനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് നല്ല ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കാന്ന് കേട്ടോ. പിന്നെ അതാ പെട്ടെന്ന് തന്നെ പത്തിരി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ബേബി ഫുള്ളും പച്ചക്കറി കൊട്ടയിലൊക്കെ വലിച്ചിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്താക്കി ആളെ കരിപ്പിക്കാൻ നിന്നില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ എടുക്കാൻ കേട്ടോ. എന്നിട്ട് തന്നെ ആസ് എ ബേബി ഇതാ എൻ്റെ ഡ്രസ്സ് പിടിച്ചിട്ട് ആളെ എടുക്കാൻ വേണ്ടി കരയാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ സോപ്പിട്ട് ഇരുത്തി വേഗം പരത്തൽ കഴിച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓളെ എടുത്തിട്ടായിരുന്നു കേട്ടോ ചുടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാതിലടിച്ച് കഴിഞ്ഞപ്പം ആള് ഫുൾ കരച്ചിരുന്നു കേട്ടോ. പിന്നെ ഓളെ എടുത്തു കേട്ടോ പത്തിരി ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ആളെ എടുത്തിട്ട് വേഗം തന്നെ ചുട്ടെടുക്കാൻ കേട്ടോ. പിന്നെ കറിക്കായിട്ട് ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അത് ഈ ഒരു പാൻറ് സ്ക്രൂ കുറേ ദിവസമായിരുന്നു കേട്ടോ ഊരി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചിക്കൻ കറി സെറ്റ് ചെയ്ത് വെക്കാൻ കേട്ടോ. തേങ്ങ അരച്ച ചിക്കൻ കറി ആയിരുന്നു. പിന്നെ ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് മലക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് സെറ്റ് ചെയ്യാനുള്ള സമയം കേട്ടോ. ഇന്ന് പിന്നെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ബിരിയാണി പിന്നെ ജ്യൂസായിട്ട് ഇന്ന് മുന്തിരി ജ്യൂസ് ചെയ്യുന്നു കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ. കർമൂസ് നമ്മളെ ബേക്കത്തെ കർമൂസ് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പകുതി നമ്മളെടുത്തു. പിന്നെ റിപ്പണിലേക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നൈബറിനും കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഇക്ക് വരുമ്പോൾ സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരിയും അതുപോലെ തന്നെ തേങ്ങ അരച്ച ചിക്കൻ കറിയും പിന്നെ വത്തക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോഴേക്കും പിന്നെ ഇക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നോമ്പ് ഓർക്കാണ്ടോ. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ നമ്മളെ 8ാമത്തെ നോമ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.